വെൽക്കം ടു ശ്രീ പത്മനാഭപുരം പാലസ്. നമ്മുടെ സ്വന്തം മണിച്ചിത്രത്താഴ് മൂവിയിലുള്ള ഡാൻസ് സീക്വൻസസ് എല്ലാം ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാളിൽ കണ്ടതാണ് കേട്ടോ ഈ പാലസ്. ട്രിവാൻഡ്രം നിന്നും അപ്രോക്സിമേറ്റ്ലി 50 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടേക്ക്. ഈ പാലസ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള പത്മനാഭപുരത്താണ് ഉള്ളത്. നമ്മുടെ കേരളം ഉണ്ടാവുന്നതിന് മുൻപുണ്ടായിരുന്ന തിരുവിതാംകൂറിന്റെ ക്യാപിറ്റൽ ഇവിടെയായിരുന്നു. ഇത് തമിഴ്നാട്ടിലാണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സ്റ്റിൽ ബീങ് ഓൺഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദ കേരള ഗവൺമെന്റ്. ഈ പാലസ് അറൌണ്ട് 6.5 ഏക്കേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നടന്ന് കാണാനുമുണ്ട്. ഇത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് വുഡൻ പാലസ് കോംപ്ലക്സ് ആണ്. പൂമുഖം, കൗൺസിൽ ചേംബർ, മദേഴ്സ് പാലസ്, ഊട്ടുപുര, നാടകശാല, കുളപ്പുര എന്ന് തുടങ്ങി 100-ൽ പരം റൂമുകളുണ്ട്. 400 years കഴിഞ്ഞിട്ടും ദിസ് പാലസ് സ്റ്റിൽ സ്റ്റാൻഡ് സ്ട്രോങ്. 1601 രാജാവ് ഇരവിവർമ്മ കൺസ്ട്രക്ട് ചെയ്തതാണിത് ആൻഡ് വാസ് ലേറ്റർ എക്സ്പാൻഡഡ് ബൈ മഹാരാജ മാർത്താണ്ഡവർമ്മ. 200 വർഷത്തോളം തിരുവിതാംകൂറിന്റെ ക്യാപിറ്റൽ കൂടിയായിരുന്നു ഇത്. എയർ കണ്ടീഷനിങ് ഒന്നുമില്ലാത്ത കാലത്ത് പണിതതാണെങ്കിലും ഇവിടുത്തെ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത കാരണം ഇന്റീരിയേഴ്സ് എല്ലാം നാച്ചുറലി കൂളായിരുന്നു. ഇവിടുത്തെ ഫ്ലോർസ് ഒക്കെ ഇപ്പോഴും നല്ല ഗ്ലോസി ഫിനിഷ് ആണ്. ഹിസ്റ്റോറിയൻസ് വിശ്വസിക്കുന്നത് ഈ ഫ്ലോർ ചിരട്ടക്കരിയും ചുണ്ണാമ്പും എക്വൈറ്റും നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട്സും ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഇങ്ങനെ പാലസിലെ ഓരോ ഡീറ്റെയിലിംഗ് എടുത്തു നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇവിടുത്തെ എൻട്രി ഫീ ഇന്ത്യൻ അഡൾട്ട്സിന് 50 rupees ചിൽഡ്രന് 10 rupees ഉള്ളത്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും സെപ്പറേറ്റ് ചാർജസും ഉണ്ട്. ഈ പാലസിനെ നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ അവിടെ ഗൈഡ്സും അവൈലബിൾ ആണ് കേട്ടോ. പാലസ് കൂടാതെ ഇവിടെ 2 മ്യൂസിയംസും ഉണ്ട്. പഴയ വിഗ്രഹങ്ങൾ, കൽപ്രതിമകൾ, പഴയ കോയിൻസ്, വെപ്പൺസ് എല്ലാം കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് അയവിറക്കി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ കാണുന്നത് നല്ല ഇളനീരാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചെന്ന് ഇളനീരൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആൻഡ് ദിസ് ഈസ് us, പ്രിയങ്ക പ്രജിത്ത് വ്ലോഗ്സ്, സൈനിങ് ഓഫ്.